നമ്മളൊക്കെ പോകുമ്പോൾ കുന്നിക്കുരു വാരിയിടാറുണ്ട് അല്ലേ അവിടെ. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് നോക്കാം. ഒന്ന് രണ്ട് ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലൊന്ന് നമുക്ക് നോക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകളിലേക്ക് ആദ്യം കാണുന്നത് കുഞ്ഞി കൈകൾ കൊണ്ട് കുന്നിക്കുരു വാരിയിട്ട് കുട്ടികളെയാണ് അല്ലേ. അങ്ങനെ കുന്നിക്കുരു വാരിയിടുന്ന ഓരോ കുരുന്നുകളുടെയും മുഖത്തെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരിക്കൽ ഒരു അമ്മൂമ്മ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ കണ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പാവത്തിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുറ്റത്ത് നിന്നിരുന്ന കുഞ്ഞുമരത്തിൽ നിന്നും അല്പം കുന്നിക്കുരു ശേഖരിച്ച് കണ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അമ്മൂമ്മ കൊണ്ടുപോവുകയാണ്. പക്ഷെ അവിടുത്തെ തിക്കിലും തിരക്കിലും പെട്ടിട്ട് അമ്മൂമ്മയുടെ കയ്യിൽ കുന്നിക്കുരു എല്ലാം പോയി. അങ്ങനെ കുന്നിക്കുരു എല്ലാം താഴെ വീണ് ചിതറിയപ്പോൾ ആ അമ്മൂമ്മയ്ക്ക് സങ്കടത്തോടെ ഒക്കെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആ പാവത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. മറ്റാരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരവരൊക്കെ ഞാൻ ആദ്യം കൊണ്ടുവന്ന് കണ്ണന് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ കൂടുതൽ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ തിരിച്ച് ചോദിച്ച് വാങ്ങാനുള്ള വലിയ ലിസ്റ്റുമായിട്ട് തിക്കും തിരക്കും കൂട്ടുകയാണ്. ഈ സമയം നമ്മുടെ കണ്ണൻ മെല്ലെ ശ്രീലകത്തു നിന്നും പുറത്തിറങ്ങിയിട്ട് ആ കുന്നിക്കുരു താഴെ വീണ കുന്നിക്കുരു ഒക്കെ തൻ്റെ കുഞ്ഞി കൈകൊണ്ട് പെറുക്കിയെടുക്കുകയാണ്. ഇത് വേറെ ആരും കണ്ടിട്ടില്ല. പക്ഷെ അമ്മൂമ്മയ്ക്ക് അത് കാണാൻ സാധിക്കുമായിരുന്നു. അമ്മൂമ്മയുടെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീര് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് ഈ അമ്മൂമ്മ സ്ഥിരം കുന്നിക്കുരുവായിട്ട് വന്നിട്ട് ഭഗവാന് സമർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ക്ഷേത്രത്തിൽ കുന്നിക്കുരു വാരിയിടൽ ആരംഭിച്ചതെന്നാണ്